നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണിക്ക് കലയപുരം ആശ്രയ സങ്കേതത്തിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞം ജനബോധൻ 2024 സംസ്ഥാനതല ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കുകയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AK ഹരികുമാരൻ നായർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് കൊല്ലം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസറായിരിക്കുന്ന ബഹുമാനായ AK ഹരികുമാരൻ നായർ അവരുടെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ലാവണ്യ മോള് നാഷണൽ സർവീസ് സ്കീമിൻ്റെ NSSൻ്റെ പ്രാർത്ഥനാ ഗാനം അതിമനോഹരമായിട്ടാണ് പാടിയത്. മനസ്സ് നന്നാകട്ടെ, മതം ഏതെങ്കിലും ആകട്ടെ എന്നുള്ള വളരെ അർത്ഥസമ്പുഷ്ടമായ വരികളാണ് ആലപിച്ച് കേട്ടത്. അങ്ങേയറ്റ സന്തോഷം. ലാവണ്യ മോൾക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അടുത്ത സ്വാഗത പ്രസംഗമാണ് എന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അപ്പോൾ ഞാൻ ഒരു സ്വാഗത പ്രസംഗത്തിന് മുതിരുന്നില്ല. മെയ് 31 പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പകവരുടെ ദോഷങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മളെ ഏറ്റെടുക്കാൻ പോകുന്ന, നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം ഈ പുകവലിയെ എങ്ങനെ നേരിടാം. 1.5 ഇഞ്ച് വലിപ്പമുള്ള വീടുകളുടെ അടിമയായിരിക്കുന്ന 6 അടി പൊക്കമുള്ള കൊമ്പൻ മീശക്കാരനെ എങ്ങനെ കീഴ്പ്പെടുത്താം, ഇതാണ് ചിന്തിക്കേണ്ടത്. ഇന്നിപ്പോൾ രാവിലെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ പുകയില വിരുദ്ധ ബാഡ്ജ് നിങ്ങൾക്കെല്ലാം ബാഡ്ജ് കിട്ടിക്കാണും. ഈ ബാഡ്ജ് വിതരണമായിരുന്നു. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി ബഹുമാനപ്പെട്ട നമ്മുടെ സാബു മാത്യു സാറാണ് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ SR രമേശ് സാർ ഉണ്ടായിരുന്നു, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ പ്രഭാഷണമൊക്കെ നടത്തി, ഫ്ലാഷ് മോബൊക്കെ നടത്തി. അവിടെ എല്ലാ ബസ്സിലും വരുന്ന ഹ്രസ്വദൂരമായാലും ദീർഘദൂരമുള്ള ബസ്സായാലും എല്ലാ ബസ്സിലും ആശ്രയുടെ വോളണ്ടിയേഴ്സ് കയറി അവർക്കെല്ലാം ബാഡ്ജ് ഇങ്ങനെ കുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ ബാഡ്ജ് ഇങ്ങനെ തട്ടുക. എനിക്കൊരു നല്ല തട്ട് കിട്ടി കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ വലിക്കുന്ന ആളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അപ്പോൾ വലിക്കുന്നവരും കുടിക്കുന്നവരും ഉണ്ട്. വലിക്കുന്നവരോടും കുടിക്കുന്നവരോടും നമുക്ക് യാതൊരു വിരോധവും ഇല്ല. അവർക്ക് നമുക്കുള്ളത് സഹതാപം മാത്രമാണ്. ചിലർ പറയുന്നത്, എനിക്ക് കക്കൂസി പോകണമെങ്കിൽ ഇച്ചിരി വലിച്ച് ഒരു പുക ചെല്ലാതെ രാവിലത്തെ കാര്യം നടക്കിയല്ലെന്നാണ്. അങ്ങനെയെങ്കിൽ അവർ ഓരോ ബീഡി വലിക്കുമ്പോഴും അവർ കർമ്മം നിർവഹിക്കേണ്ടതായി വരും. അപ്പോൾ ഇതൊക്കെ വെറും മുടന്തൻ ന്യായങ്ങളാണ്. മദ്യപാനത്തിൻ്റെ കാര്യമായാലും മയക്കുമരുന്നിൻ്റെ കാര്യമായാലും പുകയിലയുടെ കാര്യമായാലും ഇതിൽ നിന്ന് അതിജീവിക്കാനും ഒഴിഞ്ഞു നിൽക്കാനും ഇതിൻ്റെ പിൻബലമില്ലാതെ സന്തോഷകരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം പേര് ജീവിക്കുന്നില്ലേ? 99% ആളുകളും അങ്ങനെ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത്. ഈ കുടിക്കുന്നവരും വലിക്കുന്നവരും സമൂഹത്തിൽ വളരെ കുറവാണ്. പക്ഷെ ഒരു പ്രദേശത്ത് എല്ലാവരും കണ്ടുകുടിയന്മാരാണെന്ന് വരുത്താൻ നല്ല ഒരു കുടിയൻ മതി. അവൻ കുടിക്കും, വൈകിട്ട് പാട്ട് പാടും, അതിൻ്റെ അപ്പുറം ഇപ്പുറം 5-6 തെറിവാക്കുകളൊക്കെ കാണും. കുടിത്തിരുന്ന ലുങ്കിയെടുത്ത് തോളയിലിങ്ങിട്ട് റോഡ് തയ്യാറത്തിലേക്ക് കുറുകെ നെടുകെ നടന്ന് ഗതാഗത സ്തംഭനം ഉണ്ടാക്കി നാട്ടുകാരെ തല്ലും കൊണ്ട് ഓടെ വീണ് പട്ടി മുള്ളിയതിന് ശേഷമേ എഴുന്നേറ്റ് പോകത്തുള്ളൂ. കലയെഴുത്തുകാരെല്ലാം കുടിയന്മാരാണെന്ന് വരുത്താൽ ഇതേപോലെ വിശേഷണമുള്ള ഒരു കണ്ടുപിടിയാൽ മതി. അതുകൊണ്ട് എല്ലാവരും കണ്ടുപിടിയന്മാരല്ല, എല്ലാവരും പുകവലിക്കാരല്ല, എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമല്ല. ബഹുഭൂരിപക്ഷം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ
ഇത്തരത്തിലായിപ്പോയി. അവരെ ശരിയായ നിലയിൽ ബോധവൽക്കരിക്കുകയും അവർക്ക് കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ നൽകുകയും ചികിത്സയിലൂടെയെങ്കിലും അവരെ അതിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്യുക എന്നൊരു ദൗത്യം. ആ ദൗത്യ നിർവഹണം ഏറ്റെടുക്കുന്നതിന് നിങ്ങളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിങ്ങളെ ഇവിടുന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്നത്തെ സെമിനാറിൻ്റെ വിജയം അവിടെയാണ്. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്ന് കേട്ടു, ഒരു ചെവിയുടെ കേട്ടു, മറ്റൊരു ചെവിയുടെ ഇറങ്ങിപ്പോയി. ഇന്നലെ മെനാന്നൊക്കെ ചെയ്ത ജോലികൾ നാളെ നിങ്ങൾ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങളുടെ സമയത്തിൻ്റെ അല്പം വേർതിരിച്ച് സമൂഹത്തിലെ നമ്മുടെ സഹോദരങ്ങളെ ഈ ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും? പുത്തൻ തലമുറ ഈ ലഹരിയിൽ വന്ന് പെടാതെ അവരെ എങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിക്കും? ഈ രണ്ടിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുകയും ആ ഉത്തരം കണ്ടെത്തിയ ശേഷം അത് പ്രായോഗിക പദത്തിൽ എത്തിക്കുകയും ചെയ്യുക വളരെ സ്വാർത്ഥമായ ഒരു ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല, നിങ്ങളോടല്ല ഞങ്ങൾക്ക് സ്നേഹമുള്ളതെല്ലാം ഇത് ഉപയോഗിക്കുന്ന ആളുകളോടാണ്. ആ ഞങ്ങൾ സ്നേഹിക്കുന്ന ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ച് പിന്തിരിപ്പിച്ച് ഈ ലഹരിയുടെ പിൻബലമില്ലാതെ സമൂഹത്തിൽ ജീവിക്കുന്നതിനും കുടുംബം നയിക്കുന്നതിനും നന്നായി പഠിക്കുന്നതിനും ഉയരുന്നതിനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കുവാൻ ഒരു ഊന്നുവടിയായി നിങ്ങളെ ഉപയോഗപ്പെടണം. നമുക്ക് സ്വയം നടക്കാനൊക്കാത്ത ആളുകൾക്ക് ഊന്നുവടി ഉപയോഗിക്കാറുണ്ട്. നട്ടല് ഇല്ലാത്ത, വിൽ പവർ കുറവുള്ള, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള മനോബലമില്ലാത്ത ആളുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള ലഹരിയിൽ ചെന്നപ്പെടുന്നത്. അവർക്ക് നട്ടലിന് അല്പം വില കുറവുണ്ടെങ്കിൽ നമ്മുടെ ഒരു സപ്പോർട്ട് കൂടെ ആകുമ്പോഴേ അവർക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഒരു സപ്പോർട്ടായി മാറണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശിഷ്ട അധ്യായം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി മാഡം, സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ചിഞ്ചുറാണി മാഡം. ഏത് കാര്യങ്ങളും വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് വ്യക്തമായ വഴികളിലൂടെ സുവ്യക്തതയോടുകൂടി ഭരണ നിർവഹണം നടത്തുന്ന വ്യക്തിയാണ്. ആരുടെയും സമ്മർദ്ദത്തിനോ സ്വാധീനത്തിനോ പ്രലോഭനത്തിനോ ഭീഷണിക്കോ മാഡം ഇത് ഒരിക്കൽ പോലും തൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വശംവദയായിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് നേരെന്ന് തോന്നുന്നതും നിയമത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വലിയവനും ചെറിയവനും ഒന്നുപോലെ നീതി ലഭ്യമാക്കി കൊടുക്കുക എന്ന മഹാദൗത്യം, മികച്ചൊരു ഉത്തരവാദിത്വം ഈ നിമിഷം വരെ സ്തുത്യർഹമായി നിർവഹിച്ചു പോരുന്നു. മൃഗസംരക്ഷണവും ക്ഷീരവികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വയം പര്യാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മാലിന്യം നിറഞ്ഞ പാലിൻ്റെ നിറം മാത്രമുണ്ട്, പാലെന്ന് പേര് വിട്ടിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് പാലിൻ്റെ അംശം വളരെ കുറവാണ്. കപ്പരണ്ടിയും മരച്ചീനിയും അരിമാവും ഒക്കെ കലക്കി പാലിന് നിറം വരുത്തി കവറുകളിലാക്കി യാതൊരു ബ്രാൻഡ് നെയിമും ഇല്ലാതെ കൊണ്ടുവന്ന് പകുതി വിലയ്ക്ക് വെളുപ്പാങ്കാലത്തേക്കാണ് ഹോട്ടലിലും ചായക്കടലിലും കൊടുക്കുന്നത്. അവർക്ക് ബ്രാൻഡ് നെയിമില്ല, അതിലൊരു ISA മാർക്കില്ല, എന്ന് പാക്ക് ചെയ്തു എന്നതിന് പേരില്ല, നമ്പരില്ല, തീയതിയില്ല, ഒന്നുമില്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ നമ്മുടെ ജില്ലയിൽ പോലും കൊട്ടാരക്കരയിൽ പോലും അതിരാവിലെ വെളുപ്പംകാലത്ത് 3 മണിക്കും 4 മണിക്കും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത്തരത്തിലുള്ള ക്യാൻസർ പോലും പിടിപെടത്തക്ക മാരകമായ വിഷപദാർത്ഥങ്ങൾ കലക്കിയ പാല് ഇപ്പോഴും എത്തുന്നുണ്ട്. എത്താൻ കാര്യം എന്താണ്? അത് വില കുറച്ച് കിട്ടുന്നു. നമ്മുടെ പാല് നമുക്ക് ഇപ്പോഴ് 56 രൂപയ്ക്ക് ഒരു ലിറ്റർ കിട്ടുമ്പോൾ അവരോട് 40 രൂപയ്ക്ക് കൊടുത്തിട്ട് പോകും. കച്ചവടക്കാരുടെ ആവശ്യം പരമാവധി ലാഭമാണ്. അത് കൊഴുകൊഴാന്നിരിക്കും. ഒരു ചായക്ക് നമ്മുടെ പാൽ 1 തവി ഒഴിക്കണമെങ്കിൽ ആ പാൽ 1/2 തവി ഒഴിച്ചാൽ മതി, വില കുറച്ച് കിട്ടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മാലിന്യം നിറഞ്ഞ പാലും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പശു വളർത്തൽ വളരെയേറെ പ്രോത്സാഹനം സർക്കാർ ചെയ്യുന്നുണ്ട്. മാഡം, ഞങ്ങൾക്കും ഒരു പശുഫാമുണ്ട്. 50ഓളം പശുക്കളെ ആശ്രയ വളർത്തി പാലുൽപാദിപ്പിച്ച് ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി വരുന്നതെല്ലാം കലയോരത്ത് മിൽമയിലെ കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നതിനുള്ള സമ്മാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രസ്ഥാനമാണ്. ഇത് ഞങ്ങൾ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പശുക്കളെ വളർത്തി പാലുൽപാദിപ്പിച്ച്
ക്ഷീരവികസനത്തിൽ ഞങ്ങളും പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉള്ള വിവരം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ അറിയിക്കുന്നു. അതിനാവശ്യമായ എല്ലാ ഒത്താശകളും മാഡത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനാചരണ ദിനവും അതോടൊപ്പം തന്നെ ജൂൺ 26 അന്താരാഷ്ട്ര മദ്യമയക്ക് വിരുദ്ധ ദിനവുമാണ്. ഈ മെയ് 31 തൊട്ട് ജൂൺ 26 വരെയുള്ള എല്ലാ ദിവസങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ആശ്രയ മുന്നിൽ നിൽക്കുന്നെങ്കിൽ പോലും ഇതിനാവശ്യമായ എനർജി പവർ നൽകുന്നത് ബഹുമാനപ്പെട്ട ഇന്നത്തെ അധ്യക്ഷനാണ്. ജില്ലാ നീതി ഓഫീസർ പ്രിയ ഹരികുമാരൻ നായർ സാറാണ് അതിനുള്ള എനർജി പ്രദാനം ചെയ്യുന്നത്. ഇത് നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുമായി കണക്ട് ചെയ്താണ് ഇത് നടപ്പാക്കുന്നത്. ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി ഓഫീസും ആശ്രയ പ്രസ്ഥാനവും സംയുക്തമായി കൈകോർത്ത് നടത്തുന്ന ഈ പരിപാടിയുടെ ജനബോധൻ 2024 ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനിയും ആരാധ്യയും നമുക്കൊക്കെ പ്രിയങ്കരിയുമായിട്ടുള്ള പ്രിയ ചിഞ്ചറാണി മാഡത്തെ സ്നേഹത്തോടെ ആദരവോടെ നിങ്ങളുടെ എല്ലാം പേരിൽ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്ന പ്രിയ ഹരികുമാരൻ നായർ സാറ് ഞാൻ പരിചയപ്പെടുത്തിയുള്ള ജില്ലാ നീതി ഓഫീസറാണ്. അദ്ദേഹം കൊല്ലം ജില്ലയിലുള്ള എല്ലാ അനാഥാലയങ്ങളും സന്ദർശിക്കുകയും അതെല്ലാം കുറ്റമറ്റ നിലയ്ക്ക് നന്നായി പ്രവർത്തിക്കുന്നതിനാവശ്യമായ പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നൽകി അദ്ദേഹം ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കല്ല, ഒരു സുഹൃത്ത് പോലെ എല്ലാവർക്കും അദ്ദേഹം സുഹൃത്താണ്. ഉദ്യോഗസ്ഥൻ്റെ യാതൊരു തലക്കനവും കാണിക്കാറില്ല. എപ്പോൾ വേണം അദ്ദേഹത്തെ അവർക്ക് വിളിക്കാം, എപ്പോൾ വേണമെങ്കിൽ കാണാം, എപ്പോൾ വേണമെങ്കിൽ സംസാരിക്കാം. അത്തരത്തിൽ എല്ലാവരെയും സ്വന്തം സുഹൃത്തുക്കളെ പോലെ കൂട്ടുകാരെ പോലെ കാണുന്ന ഒരു വലിയ മനുഷ്യനാണ്. വലിയ മനസ്സുകൾക്ക് ഉടമകൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ വലിയ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ ജില്ലാ നീതി ഓഫീസർ പ്രിയ AK ഹരികുമാരൻ നായർ അവരുടെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ സ്റ്റേറ്റ് ഓഫീസർ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പ്രിയ ഡോക്ടർ അൻസർ RN. പ്രിയ അൻസർ സാറിനെ ഇതിനു മുമ്പ് അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഫോണിലൂടെ അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കുക മാത്രമാണ് ചെയ്തത്. എല്ലാവരും മന്ത്രി അടക്കമുള്ള ആളുകളെ ഫോണിലൂടെ ക്ഷണിക്കാൻ സാധിച്ചിട്ടുള്ളൂ, പ്രത്യേകം ക്ഷമിക്കണം. അപ്പോൾ അൻസർ സാറ് കടന്നു വന്നതിൽ അങ്ങേറ്റ സന്തോഷമുണ്ട്. ആശ്രയ നടത്തുന്ന ഈ സമൂഹ പ്രതിബദ്ധത മാത്രം ലാക്കാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്നതിന് കേരളത്തിലെ എല്ലാ കോളേജുകളുടെയും NSS യൂണിറ്റുകളുടെ സഹകരണവും സഹായവും പങ്കാളിത്തവും ഞങ്ങൾക്ക് ഉറപ്പാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രിയ അൻസർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരക്കര നഗരസഭയുടെ പിതാവ് പ്രിയ SR രമേശ് സാർ നമ്മളിൽ ഒരാളാണ്. നമ്മളുടെ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് പ്രേരണയും പ്രചോദനവുമായി നിൽക്കുന്ന പ്രിയ SR രമേശ് സാറിന് ആദരവോടെ സ്വാഗതം. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന പ്രിയ S രഞ്ജിത് കുമാർ, വിശേഷണങ്ങളൊന്നും നൽകേണ്ടതില്ല, നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്ന കക്ഷി രാഷ്ട്രീയ നിറങ്ങൾ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒന്നുപോലെ കാണുകയും കരുതുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് പ്രിയ S രഞ്ജിത് കുമാർ. അവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ആശുപത്രിയിലാണ്. ശ്രീമതി ബിന്ദുജി നാഥ് മാഡം എത്തിച്ചേരില്ല എന്ന് അറിയിച്ചിരുന്നു. അവിടെ പ്രിയ മാഡത്തിന് അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന പ്രിയ ശ്രീ R രശ്മി മാഡം എത്തിച്ചേരും. രശ്മി മാഡത്തിന് സ്നേഹത്തോടെ സ്വാഗതം. അതുപോലെ തന്നെ കലവരം മെമ്പർ പ്രിയ മനോജ് കാഞ്ഞിമുകളിന് സ്നേഹപൂർവ്വം സ്വാഗതം. അതുപോലെ തന്നെ ഇന്ന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന പട്ടാഴി മുരളീധരൻ മാസ്റ്റർ സന്നിഹിതനാണ്. മുരളീധരൻ മാസ്റ്റർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അതുപോലെ തന്നെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ഉപാധ്യക്ഷ അല്ലേ പ്രിയപ്പെട്ട വനജ മാഡത്തിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ട് കേട്ടോ. എവിടേക്കൊന്ന് കാണിച്ചു തരാമോ? വനജ മാഡത്തിൻ്റെ അച്ഛൻ ഇവിടെയുണ്ട്. തെക്കോട്ട് നോക്കിയാൽ മതി. പടിഞ്ഞാറ് എണ്ണുമ്പോൾ മൂന്നാമത് കാണുന്ന പടം മികച്ച അധ്യാപകനും സാഹിത്യകാരനുമായിരുന്ന പ്രിയ NP പുന്തല സാർ. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം ഒരു 4 പതിറ്റാണ്ട് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്ന പ്രിയ പുന്തല സാറിനെ ഞാൻ ഈ അവസരം
സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയ മകൾ വനിത മാഡം ഇതിലൂടെ സമ്മതിക്കുന്നതിൽ അങ്ങേറ്റ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. വനിത മാഡത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ പ്രൊഫസറായിരിക്കുന്ന പ്രിയ KG അലക്സാണ്ടർ ചാൻ സന്നിഹിതനാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടതില്ല. എനിക്ക് തന്നെ സ്വയം ആശംസിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന് ആശംസിച്ചാലും. അതുകൊണ്ട് അദ്ദേഹത്തിനും ഔപചാരികരുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അധ്യാപകർ വന്നിട്ടുണ്ട്, വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. കടന്നു വന്നിരിക്കുന്ന ഇന്നത്തെ സെമിനാർ വിജയിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും അല്പം ചെയ്യണമെന്ന ചിന്തയോടും ആഗ്രഹത്തോടു കൂടി കടന്നു വന്നിട്ടുള്ളതുമായ നിങ്ങളെല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകർ വളരെ സജീവമായി നമ്മളുടെ ഒപ്പമുണ്ട്. ആശ്രയയിപ്പോഴ് വേണ്ടി വന്നാൽ മറ്റുള്ള പ്രസ്ഥാനക്കാർക്ക് അസൂയ തോന്നുമാറ് മീഡിയയിൽ ഓരോ ദിവസവും തിളങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊന്നും അങ്ങനെ ഒരു തിളക്കമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആശ്രയയ്ക്ക് തിളക്കം നൽകിയതും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തിക്കും അപ്പുറം ആശ്രയയുടെ സന്ദേശം കൊണ്ട് എത്തിച്ചതും ഞങ്ങളുടെ പ്രിയ മീഡിയ സുഹൃത്തുക്കളാണ്. അവരോട് ഞങ്ങൾക്ക് അങ്ങേറ്റം കടപ്പാടാണുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മയും ഈ സമൂഹത്തിലെ നിരാശ്രയർക്കും തിരസ്കൃതർക്കും ഉപകരിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി സംസ്ഥാനത്തുടനീളം അനാഥരെ ശുശ്രൂഷിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ആശ്രയ. നമ്മുടെ സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറി ആയിരുന്ന പ്രിയ K. ജയകുമാർ IAS ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ 1 ഡസനോളം അനാഥാലയങ്ങളിലായി 2000-ലധികം നിരാശ്രയരെയാണ് ആശ്രയ സംരക്ഷിച്ചു പോരുന്നത്. 94-ലാണ് ആശ്രയ തുടങ്ങിയത്. അന്ന് മുതൽ ഇതുവരേക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അവധി കൊടുത്തിട്ടില്ല. 1 വർഷം പോലും അതിന് മുടക്കം വരാതെ മെയ് 31 തൊട്ട് ജൂൺ 26 വരെയുള്ള കാലഘട്ടം ജനബോധം എന്ന പേരിൽ ആശ്രയ വിദ്യാർത്ഥികളുടെ ഇടയിലും തൊഴിലാളികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും ഒക്കെ ലഹരിക്കെതിരെ അതിശക്തമായ പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2022-ൽ ഞങ്ങൾ 100 ദിവസം നീണ്ടുന്ന ബോധവൽക്കരണ പ്രവർത്തനമാണ് നടത്തിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംസ്ഥാനത്തെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കടന്നു ചെന്ന് കലാപരിപാടികളോടുകൂടി ഞങ്ങൾ ശക്തമായ ബോധവൽക്കരണം നടത്തി. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ബഹുമതിയും പ്രശംസയും ഞങ്ങൾക്ക് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ലഭിച്ചു. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി അതിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ വെച്ചാണ് ആശ്രയയ്ക്ക് അതിന് ഉപകാരം നൽകിയത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്നും എന്ന് വരെ ലഹരിയുണ്ടോ അന്ന് വരേക്കും ആശ്രയയുടെ പ്രവർത്തനങ്ങൾ അതിനെതിരായി ശക്തമായി രംഗത്തുണ്ടാകുമെന്ന് മുഴുവൻ ആളുകൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരുദ്ധരിക്കപ്പെടുന്നവരാണ് മുന്നിൽ. സന്തോഷ് സാർ അടക്കം പേരുദ്ധരിക്കപ്പെടേണ്ട ആളുകൾ മുന്നിലുണ്ട്. ഞാനതിന് മുതിരുന്നില്ല. അന്ന് ഈ പരിപാടി വിജയിപ്പിക്കാൻ അത്യുദ്ധാനം ചെയ്യുന്ന ആശ്രയയുടെ വോളണ്ടിയേഴ്സിനും ജീവനക്കാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആശ്രയയുടെ അംഗങ്ങൾക്കും സ്വാഗതം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാമൂഹ്യനീതി വകുപ്പും ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടു കൂടി ചെയ്യുന്ന നാശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പരിപാടി. ഈ പരിപാടി നമ്മൾ ഇന്നിവിടെ ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് 31 മുതൽ ജൂൺ 26-ാം തീയതി അന്താരാഷ്ട്ര മദ്യ മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ അന്ന് അവസാനിക്കുന്ന തരത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്നേഹനിധിയായ മിനിസ്റ്ററുടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൽ ദുർബലരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ ഏത് അപകടഘട്ടത്തിലും താമസിക്കുന്ന എവിടെയുള്ള ആൾക്കാരുടെ കാര്യമായാലും എന്നെ അറിയിക്കുന്ന സമയത്ത് ഞാൻ സ്നേഹത്തോടെ എൻ്റെ സാറിനെ ജോസാറിനെ വിളിച്ച് പറയും, സാറ് ഒരു വിമുഖതയും കാണിക്കാതെ ഞാൻ വന്ന് നോക്കി ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ട് ഏകദേശം ഒരു 6 മാസമായാണെങ്കിൽ ഒത്തിരി പേരാണ് സാറിന് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നൽകിയിട്ടുള്ളത്. സാർ ആ കാര്യത്തിൽ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല.
പ്രിയങ്കരനായ അധ്യക്ഷനും ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ കൂടിയായ ശ്രീ AK ഹരികുമാരൻ നായർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന NSSൻ്റെ സ്റ്റേറ്റ് ഓഫീസർ കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ ആൻസർ, വിശിഷ്ട അതിഥിയായി ഇന്നിവിടെ പങ്കെടുക്കുന്ന കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ ശ്രീ SR രമേശ്, നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ് ജില്ലാ കോർഡിനേറ്ററും ആശ്രയ കേന്ദ്രത്തിൻ്റെ അധികാരി കൂടിയായ ശ്രീ കലയപുരം ജോസ് അവർ, ആശംസകൾ അർപ്പിക്കുന്ന വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ S രഞ്ജിത് കുമാർ, ശ്രീമതി ബിന്ദു ജീനാഥ് പ്രസിഡന്റ് മൈലം ഗ്രാമപഞ്ചായത്ത്, അതോടൊപ്പം തന്നെ ഇന്നിവിടെ പങ്കെടുക്കുന്ന രശ്മി ജില്ലാ പഞ്ചായത്ത് അംഗം, ശ്രീ മനോജ് കാഞ്ഞിമുകൾ കലയപുരം വാർഡ് മെമ്പർ, ശ്രീ പട്ടാഴി G മുരളീധരൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ആശ്രയ, പ്രിയപ്പെട്ട നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വേദിയിലുള്ള പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പത്രമാധ്യമ പ്രവർത്തകരെ, ഇന്ന് നമ്മുടെ ആശ്രയയുടെ നേതൃത്വത്തിൽ തന്നെ സമ്പൂർണ്ണ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ജനബോധൻ അല്ലെങ്കിൽ ജനബോധൻ 2024 എന്ന പേരിലാണ് ഇത്തരത്തിൽ സമ്പൂർണ്ണ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഇന്ന് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, മെയ് 31 എന്ന് നാമൊക്കെ പറയുമ്പോഴും ലോകാരോഗ്യ സംഘടനയുടെയും അതിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് ലോക രാജ്യങ്ങളിൽ പുകയില വിരുദ്ധ ദിനമായി ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം. വരാൻ പോകുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഈ പുകയില വിരുദ്ധ ദിനമാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് പുകയില വ്യാവസായിക നിർമ്മാതാക്കളുടെയൊക്കെ തന്നെ ഇടപെടിയിൽ നിന്നും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിൽ ഇന്ന് നിൽക്കുന്നത്. ഈ വർഷത്തെ സന്ദേശമായി തന്നെ നമുക്ക് ലോകാരോഗ്യ സംഘടന തന്നെ ഇന്നെടുക്കുന്നത് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് നമ്മളെ ഇത്തവണത്തെ പുകയില വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നാം ഇന്നെടുക്കുന്നത്. പുകയില ഉപയോഗം നമ്മുടെ രാജ്യത്ത് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. 70 ലക്ഷത്തോളം പേര് ഒരു വർഷം മരണത്തിന് ഈ പുകയില ഇടയാക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ ഇന്ന് സൂചിപ്പിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ പുതിയ റിപ്പോർട്ടും അത്തരത്തിലാണ് ഇന്ന് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏകദേശം 10 ലക്ഷത്തോളം പേർ ഇന്ത്യക്കാരാണ് എന്നത് ഏറെ ഗൗരവത്തോടു കൂടി നാം ഇന്ന് കാണണം. 90% ശ്വാസകോശത്തിൻ്റെയും 30% ഹൃദ്രോഗങ്ങൾക്കുമെല്ലാം ഈ പുകയില കാരണമാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, TV മാധ്യമങ്ങളിലൂടെ നിങ്ങൾ പലപ്പോഴും ഈ പുകയില ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ കരൾ രോഗങ്ങളും അതുപോലെ തന്നെ കവിളത്തൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ രോഗങ്ങൾ, വായ്ക്കുണ്ടാകുന്ന ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചൊക്കെ നല്ലതുപോലെ ബോധവൽക്കരണം ഇന്ന് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് പേര് നമുക്ക് നേരിട്ട് അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ട് നമുക്ക് ഈ പുകയില നമുക്ക് നിർത്തിക്കൂടാ? നമ്മുടെ ഈ രാജ്യം ഇന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇന്ന് അതിൻ്റെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കുറച്ചു കൊണ്ടുവരികയാണ്. കേരളം പോലെയുള്ള സംസ്ഥാനം എടുത്താലും നമുക്കത് കാണുവാൻ സാധിക്കും. കാരണം ഈ രോഗത്തിൻ്റെ ഭീതി ഇന്ന് കുറേശ്ശെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എത്തി എന്ന് നാം പറയുമ്പോഴും പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ നാം വളരെ ശ്രദ്ധയോടുകൂടി നാം ഇന്ന് കാണും. വളരെ തമാശപൂർവ്വം നമ്മുടെ സ്വാഗത പ്രസംഗകൻ പ്രിയപ്പെട്ട ജോസാർ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇത് പുക അല്ലെങ്കിൽ ഇത് വലിക്കുന്ന ആൾക്കാർ ഫ്രണ്ടിലേക്ക് വരണ്ട എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചെങ്കിലും അതിലൊരു ദുസ്സൂചനയുണ്ട്. നമ്മുടെ പുതിയ തലമുറ ഇന്നത് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും മറവിൽ നിന്നും
അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന് ആരെയും കാണാതെ പുകയില വലിക്കുന്ന അല്ലെങ്കിൽ ഇത് വലിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടിലുള്ള നമ്മുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ മുറിക്കകത്തും ബാത്റൂമിനകത്തും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുകയിലയിൽ വേറെ പലതും കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള മയക്കുമരുന്നും മറ്റ് ഇതര വസ്തുക്കളും അതിനകത്ത് കലർത്തിക്കൊണ്ട് ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ വീഡിയോ അതല്ലെന്നുണ്ടെങ്കിൽ സിഗരറ്റും ആയിരിക്കില്ല, അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾക്കാണ്. അത് ഒരു വലിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ മറ്റേതോ ലോകത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് വലിക്കുന്നത് പല സിനിമകളിലും പല മാധ്യമങ്ങളിലും ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് കണ്ട് ഒരു പ്രാവശ്യം ഒന്ന് പിടിച്ചു നോക്കാം എന്ന തരത്തിലേക്ക് നിങ്ങളും മുന്നോട്ടിറങ്ങി പോകും. അങ്ങനെ പോകുമ്പോഴാണ് പലപ്പോഴും അത് ഒരു വട്ടമല്ല പലവട്ടം ഇത് വലിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഏറ്റവും അവസാനം അതിന് അഡിക്റ്റായി മാറുന്ന തരത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളത്. അതുകൊണ്ട് പുകയില ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മറ്റ് പല സാധനങ്ങളും നമുക്ക് ഈ കാലഘട്ടത്തിൽ നിരോധിക്കേണ്ട അവസ്ഥയാണുള്ളത്. നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിൽ കോളേജ് ക്യാമ്പസുകളിലൊക്കെ തന്നെ ഇതിന്ന് ധാരാളം കിട്ടുന്നു എന്നുള്ളതാണ്. അടുത്തുള്ള കടകൾ അതൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അത് രഹസ്യമായി വിൽപ്പന നടത്തുന്ന തരത്തിലേക്ക് നമ്മുടെ കൊച്ചു കൊച്ചു കടകൾ ഉൾപ്പെടെ ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും വിറ്റ് നല്ലതുപോലെ പണം സമ്പാദിക്കുക എന്ന തരത്തിലേക്ക് അവർ നിൽക്കുന്നു. അതുകൊണ്ട് അവർ ക്യാമ്പസുകളുടെ പുറത്ത് തമ്പടിക്കുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയും. അവിടെ നിന്ന് അത് ക്യാമ്പസിനകത്തേക്ക് വിദ്യാർത്ഥികൾ മുഖേന തന്നെ അകത്തെത്തിക്കുവാനും പരസ്പരം കൈമാറുവാനും ഇങ്ങേയറ്റം നാം ഉപയോഗിക്കുന്ന ബാഗുകളിൽ പോലും അത് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് അതെല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നു. ഒരുപക്ഷെ അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തേക്ക് നമുക്ക് കടന്നു കയറില്ല, നല്ലൊരു കുടുംബജീവിതം നമുക്ക് കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വന്തം അച്ഛനും അമ്മയും ഉൾപ്പെടെ ഉപേക്ഷിച്ച് പോകേണ്ടുന്ന ഒരവസ്ഥ, ഒരുപക്ഷെ ആ കുടുംബം പോലും അനാഥത്വത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഉൾപ്പെടെ നമുക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അവസ്ഥയിൽ നമുക്കറിയാം, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതുമൂലമുണ്ടാകുന്ന ഗുരുതര രോഗങ്ങൾ നമുക്കറിയാം നമുക്ക് ഒരിക്കലും താങ്ങുവാൻ പറ്റാവുന്നതാണ്. പെട്ടെന്ന് ഒരാൾക്ക് നമുക്കറിയാം ഈ കവളിൽ ഉൾപ്പെടെ ഒരു ക്യാൻസർ വന്നാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? സ്വന്തം വീട്ടിൽ അച്ഛനോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ? അത് വീടുകളിൽ ഉപയോഗിച്ചാൽ പോലും നമുക്കറിയാം അന്തരീക്ഷത്തിലൂടെ ഇതിങ്ങനെ പോകുകയാണ് ഇതിൻ്റെ. ആ നടന്നു പോകുന്ന ആൾക്കാർക്ക്, മറ്റ് പല ആൾക്കാർക്ക്, ആ കുടുംബത്തിലെ ആൾക്കാർ ഇതെല്ലാം ശ്വസിച്ച് അവർക്കും ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടാകുന്നു. ഈ അടുത്ത സമയത്ത് ചിലർ ഈ നെഞ്ചുവേദനയും ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കോവിഡ് ഉൾപ്പെടെ വരുമ്പോഴൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്ടർമാർ ചോദിക്കും, സ്ത്രീകളെ ആണെങ്കിൽ ചോദിക്കും, നിങ്ങൾ വെള്ളമടിക്കുന്നവരാണോ, നിങ്ങൾ പുകയില കഴിക്കുന്നവരാണോ, നിങ്ങൾ ബീഡി വലിക്കുന്നവരാണോ എന്ന് ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ അവരുടെ ദേഹത്ത് ഇത് കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ ഇതൊന്നും ഉപയോഗിക്കുന്നവരല്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരിൽ ഇത് കലർന്നു വരുന്നു എന്നുള്ളതാണ്. ഈ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാവരും നിരന്തരം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടുകളിലെ നമ്മുടെയൊക്കെ അച്ഛന്മാർ, നമ്മുടെയൊക്കെ സഹോദരന്മാർ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആ ഉപയോഗം കൂടിക്കൂടി വന്നു ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ രീതിയിൽ ഉണ്ടായപ്പോഴാണ് ഇതിനെക്കുറിച്ച് നല്ല ഗവേഷണം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഇതിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമിച്ചത്. നമ്മൾ കേരളം വിട്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ ഉപയോഗിക്കത്തക്ക നിലയിൽ കേരളത്തിൻ്റെ പുറത്തുള്ള പല സംസ്ഥാനത്തും, ഗുജറാത്തിലും മറ്റ് ആന്ധ്രയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ചില പാടശേഖരങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇലകൾ നല്ലതുപോലെ ഇത് വളർന്നു വരുന്നത് കാണാൻ കഴിയും. നമ്മൾ ചോദിക്കും ഈ പാടത്തൊക്കെ എന്താണ് ഈ വളർന്നു വരുന്നത്? കാരണം ഇത് വളർന്ന് ഇങ്ങനെ വലിയ ഇലയായിട്ടാണ് വരുന്നത്. ആ ഇല ഉണക്കി ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശങ്ങളിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് ഉണക്കി എടുത്ത് ആണ് ഈ ഇല വിടുന്നത്. അതാണ് വീണ്ടും നമ്മുടെ കേരളത്തിൽ വീടി രൂപത്തിലും മറ്റ് പലതിൻ്റെ രൂപത്തിൽ അത് കടന്നു വരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പുകയില ഇന്നെല്ലാവരും നോക്കുമെങ്കിൽ ഒന്ന് മുറുക്കി ചോപ്പിക്കുവാൻ വേണ്ടി അത് ചെറുപ്പക്കാരും ഇപ്പോൾ അത് വരുത്തുന്നു. അതിന് പുകയില ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ
ഇന്ന് കാണുവാൻ കഴിയും. അതുൾപ്പെടെ നിരോധനം ഉൾപ്പെടെ കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും പത്രത്തിലൊന്ന് വന്നത് ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾ, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, അയാൾ വേറെ ബിസിനസ്സാണ്, മീൻ ബിസിനസ്സും ഇതെല്ലാം കാണിച്ചിട്ട് വാഹനങ്ങളിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് ടൺ കണക്കിന് ഈ പുകയിലെയും മയക്കുമരുന്നും ഒക്കെ കൊണ്ടുവരും. അത് കൊണ്ടുവരുവാൻ വാഹനത്തിൽ തന്നെ പ്രത്യേക അറകൾ സൃഷ്ടിക്കുകയാണ്. താഴെ തന്നെ നല്ലൊരു പെട്ടി രൂപത്തിലുള്ള അറ സൃഷ്ടിച്ചുകൊണ്ട് അതതിൻ്റെ അടിത്തറയാണ് എന്ന തരത്തിലേക്ക് വാഹനത്തിൻ്റെ അതിനകത്ത് ടൺ കണക്കിന് സാധനങ്ങളാണ് കൊണ്ടുവന്ന് കേരളത്തിൽ ഇപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് പിടിച്ചിരിക്കുന്നത്. അത് ഇന്നലെയും മെനഞ്ഞാന്ന് മാത്രമല്ല, നമുക്കറിയാം മയക്കുമരുന്നൊക്കെ വരുന്നത് ഏത് വഴിയിൽ കൂടെയാണ് എന്ന് പറയുവാൻ പറ്റുന്നത്. പല വിധത്തിലും അത് വഴി എത്ര നിരോധിച്ചിട്ടും അത് കൂടുതൽ നമ്മുടെ കേരളത്തിലും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുടങ്ങി ജൂൺ 26 വരെ നിൽക്കുന്ന ജനബോധൻ സമ്പൂർണ്ണ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാന തലത്തിൽ നടത്തുന്ന അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സംസ്ഥാന തലത്തെ എല്ലാ NSS യൂണിറ്റുകളുമായി ചേർന്നുകൊണ്ട് ഈ വർഷത്തെ ഈ ക്യാമ്പയിൻ, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുഴുവൻ ക്യാമ്പസുകളുടെ NSS യൂണിറ്റുകളെയും കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചന നടന്ന സമയത്ത് തന്നെ സംസ്ഥാന NSS സെല്ലുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അത് പ്രകാരം വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് ഈ പരിപാടിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് 3 തലങ്ങളിൽ 3 വിഭാഗങ്ങളിലാണെന്ന് ഈ അടുത്ത സമയത്ത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ സർവേ റിപ്പോർട്ടുകളിൽ തന്നെ പറയുകയുണ്ടായി. അത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് നമ്മളുടെ വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ഇടയിലാണ്. രണ്ടാമത് നമ്മളുടെ ചേരി തീരദേശ പ്രദേശങ്ങളിലാണ്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലാണ്. ഒരുപക്ഷെ ഇതെല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്ന വലിയ ഒരു കൂട്ടായ്മ ആശ്രയയുടെ സങ്കേതത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിവിടെ തുടക്കം കുറിക്കാൻ കഴിയുന്നത്.